കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നരിപ്പറമ്പിൽ ക്ഷയരോഗമുക്ത കാലടി ബോധവൽക്കരണ പരിപാടി നടത്തി. കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോത്തന്നൂരിന്റെ സഹകരണത്തോടെ നരിപ്പറമ്പ് അങ്ങാടിയിൽ ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടി നടത്തി. ക്ഷയരോഗമുക്ത കാലടി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസും കുട്ടികളുടെ ഫ്ലാഷ് മോബും നടത്തിയത്. കാലടി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു RP അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലബാർ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീജിത സ്വാഗതം പറഞ്ഞു. കാലടി 16-ാം വാർഡ് മെമ്പർ ലെനിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്കൂൾ മാനേജർ കബീർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. പൊന്നാനി TB ഹെൽത്ത് വിസിറ്റർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗത്തെക്കുറിച്ചും ക്ഷയരോഗമുക്ത കാലടി പ്രോഗ്രാമിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വെച്ച് 2025 നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒരു രോഗമാണ് ക്ഷയരോഗം. എന്നാൽ രോഗലക്ഷണമുള്ളവർ നേരത്തെ കണ്ടെത്തി ചികിത്സ എടുക്കാത്തതാണ് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ഭീഷണി ഉണ്ടാക്കുന്നത്. കാരണം പല അസുഖങ്ങളുണ്ട്, അതിലേറ്റവും പ്രാധാന്യം പിടിച്ചൊരു അസുഖമാണ് ഈ ക്ഷയരോഗം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചികിത്സ എടുക്കാത്ത ക്ഷയരോഗി ഒരു വർഷം ശരാശരി 10-15 ആളുകൾക്ക് രോഗം പകർന്നു കൊടുക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രാത്രികാലങ്ങളിലെ പനി, ശരീരഭാരം കുറയൽ, നെഞ്ചുവേദന, 2 ആഴ്ചയിൽ കൂടി നിൽക്കുന്ന ചുമ, കഫക്കെട്ട്, രക്തത്തിൽ കഫം കാണൽ തുടങ്ങിയതാണ് പ്രധാന ക്ഷയരോഗ ലക്ഷണങ്ങൾ. ഇത്തരം രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടുപിടിച്ച് ക്ഷയരോഗ പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പരിപാടിയാണ് ക്ഷയരോഗമുക്ത കാലടി പരിപാടി ലക്ഷ്യം വയ്ക്കുന്നതെന്നും ഇത്തരം കഫ പരിശോധനകൾ തീർത്തും സൗജന്യമാണെന്നും TB ഹെൽത്ത് വിസിറ്റർ കൂട്ടിച്ചേർത്തു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥിനികൾ നൃത്തച്ചുവടുമായി കാണികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്ന പരിപാടിയിൽ നന്ദി പറഞ്ഞു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മേഖല, പ്രവീൺ, ആശാപ്രവർത്തകർ ആമിന, സജിനി, സ്കൂൾ ടീച്ചർമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ.